വലങ്കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയരുത് എന്നുള്ള ഒരു ശീലം നമ്മളുടെ ധർമ്മശാസ്ത്രത്തിലുണ്ട്. അതായത് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത് കൊടുക്കാൻ നീട്ടുന്ന കരത്തിൻ്റെ ഉടമ വലിയവനും വാങ്ങാൻ നീട്ടുന്ന കരത്തിൻ്റെ ഉടമ എളിയവനും എന്നാണ്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവരൊരിക്കലും കൊടുക്കുന്നവനെ അറിയരുത്, അവന് അപകർഷതാബോധം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു സഹായം ചെയ്താലും അത് നമ്മളാണെന്ന് അറിയിക്കാതെ ചെയ്യണം. നമ്മൾ ചെയ്തു എന്ന് കാണിക്കുമ്പോൾ അത് നമ്മൾക്കൊരു അഹങ്കാരം ഉണ്ടാക്കുകയും അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാക്കുകയും ചെയ്യും. അതെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമ്മളെന്നും പഠിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ എന്നെ മാസാക്കിയ രാജേട്ടൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ സംഘ നേതാക്കളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, അത് നിങ്ങൾ അറിയണം. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വിഷയങ്ങളിലും ഞാൻ ഇന്ന് വരെ ഒരു BJP RSS നേതാക്കളോട് ഒരു സഹായം ചോദിച്ചിട്ടില്ല. അത് അങ്ങനെ ചോദിച്ചതായിട്ട് ഒരറിവും ഒരിടത്തും ഉണ്ടാവുകയില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറിച്ച് എന്നെ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും അവർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുമുണ്ട്, ചെയ്യാറുമുണ്ട്. ഇനി അങ്ങോട്ടും അത് തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഞാൻ ആദ്യമായി സംഘ നേതാക്കളോട് ആവശ്യപ്പെട്ട എന്തെന്ന് നിങ്ങൾക്കറിയോ? ജോലി. ആർക്കാണ്? സ്വയം സേവകർക്ക്. ഏത് സ്വയം സേവകർക്ക്? ഹിന്ദുക്കളായിട്ടുള്ള ഒട്ടനവധി സ്വയം സേവകർ ജയിലിൽ പോയ കാര്യം നിങ്ങൾക്കറിയോ? ഒരുപാട് പേര് ജയിലിൽ പോയി തിരിച്ചു വന്നവർക്ക് ജോലിയില്ല, അവരുടെ കുടുംബങ്ങൾക്ക് ജോലിയില്ല. ഒരുപാട് പേർ രോഗികളായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് ജോലിയില്ല. ഒരുപാട് പേർക്ക് കേസുകളും വഴക്കുകളും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല, അവർക്കും ജോലിയില്ല. ഇവരുടെ എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമാണ്. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു പ്രചാരകൻ്റെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സ്ത്രീക്ക് വഴിവിട്ട് ജീവിക്കേണ്ടുള്ള ഗതികേട് വരെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായത് അറിഞ്ഞ നിമിഷമാണ് ഞാൻ ഇത്രയും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2009 കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഈ രാജേട്ടൻ ആദ്യമായി എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാജേട്ടാ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ടൊരു സഹായം ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനായി ജോലി അവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന എന്തെങ്കിലും ചെയ്യണം. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പലവരും വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. സ്വധർമ്മം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുകയാണ്. അപ്പം ശരീരമില്ലെങ്കിൽ ആത്മാവിന് നിലനിൽക്കാൻ പറ്റില്ല. ആത്മാവ് നിലനിൽക്കണമെങ്കിൽ പൈസ വേണ്ട, പക്ഷേ ആ ആത്മാവ് നിലനിൽക്കുന്ന ശരീരത്തെ നിലനിർത്തിയില്ലെങ്കിൽ ആത്മാവിന് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഞാൻ രാജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, രാജേട്ടാ ഒരു ജില്ലയിൽ 1000 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാം. അന്നത്തെ ടൈമിൽ ഞാൻ പറയുന്നതാണ് ഫസ്റ്റ്. ഒരു 10,000 രൂപ തൊട്ട് 15,000 രൂപ വരെ മാസ ശമ്പളം കൊടുക്കാം. അപ്പം രാജേട്ടൻ എന്നോട് പറഞ്ഞു, അതൊന്നും ഇപ്പം വേണ്ട, പറ്റുമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എല്ലാ മാസവും ജന്മഭൂമി നടത്താൻ സംഘടിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മതിയെന്ന് പറഞ്ഞു. ആ നിമിഷം മാനസികമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ട് ഞാൻ 2 പടി പിന്നോട്ട് വെക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ അകൽച്ചകൾ ഓരോന്നോരോന്നായിട്ട്. ഞാൻ പലരിടത്തും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഓരോ പടി എന്നെ അടുപ്പിക്കുകയല്ല, ഓരോ പടി എന്നെ അകറ്റുകയായിരുന്നു ചെയ്തത്. ഇതൊന്നും RSSൻ്റെ കുഴപ്പമല്ല. എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു 3 ത്രിമൂർത്തികളുണ്ട്. ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവർജി, MS ഗോൾവാക്കർജി നമ്മുടെ ഗുരുജി, പിന്നെ രാജു ഭയ്യ. അതുപോലുള്ള ആ ത്രിമൂർത്തികൾ അവർ മുന്നോട്ട് വെച്ച ദർശനങ്ങളിൽ ഒഴികെ ഞാൻ മറ്റാരും പറയുന്ന കേൾക്കാറില്ല, ടു ബി ഫ്രാങ്ക്. കാരണം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലാത്ത ആദർശങ്ങളും ആവശ്യമില്ലാത്ത സംഘത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളുടെ ഐഡിയോളജിയിലൊന്നും മുന്നോട്ട് പോകുന്ന ആളല്ല ഞാൻ. സംഘത്തെ ഉൾക്കൊള്ളും, പക്ഷേ സംഘത്തിൻ്റെ അകത്തിരിക്കുന്ന സംഘത്തിൻ്റെ ഐഡിയോളജി പാലിക്കാത്ത മറ്റ് ചില ഐഡിയോളജികളുമായിട്ട് മുന്നോട്ട് വരുന്നവരുടെ വാക്ക് കേൾക്കാതിരിക്കുമ്പോൾ അതിനെ സംഘവിരുദ്ധനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്ന് കേരളത്തിൽ മറ്റു പാർട്ടികളെല്ലാം RSSനെ ഇത്രയും വിമർശിക്കുന്നതിൻ്റെ കാരണം പലരുടെയും കർമ്മശുദ്ധി മറ്റു പാർട്ടിയിലെ ആൾക്കാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ RSS എന്ന് പറയുന്നത് ഒരു ഈശ്വരീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി പാലിക്കുന്ന എത്രയോ പ്രചാരകന്മാർ, എത്രയോ തപസ്വികൾ, എത്രയോ ഈശ്വര തുല്യരായിട്ട് എത്രയോ സന്യാസി വര്യന്മാർ, അവരെയാണ് നമ്മൾ കാണാതെ പോകുന്നത്. ഇവിടെ അവരുടെ ത്യാഗത്തെ ഇവിടെ ആരും വിലമതിക്കാതെ പോകുന്നത് ചില പുഴുക്കുത്തുകൾ കാരണമാണ്. അപ്പം രാജേട്ടന് ശേഷം
ഞാൻ പലരിടത്തും പല കാര്യങ്ങൾ സംസാരിച്ചു. രാജേട്ടനോട് ഞാനിത് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് ഇതേ ആവശ്യം പറഞ്ഞത് ഗോകുലം ഗോപാലേട്ടനോടാണ്. അന്ന് ഗോപാലേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഗോപാലേട്ടൻ്റെ സ്ഥാപനത്തിൽ ഒരു 10,000-3000 ആൾക്കാർ മാത്രമേ അവിടെ തൊഴിലാളികളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് 10,000-കണക്കിന് ആൾക്കാർ ആ ഈശ്വരീയ പ്രസ്ഥാനത്തുണ്ട്. അതും ഒരു ഈശ്വരീയ പ്രസ്ഥാനമാണ്. ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഗോപാലേട്ടൻ്റെ ആ കർമ്മശുദ്ധി, ആ ധർമ്മശുദ്ധി, അതുപോലെ ഒരുപാട് കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയുമുള്ള ആൾക്കാർ കേരളത്തിനകത്തും പുറത്തും പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേർ, അത് നാനാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇന്ന് നമ്മൾ പറയുന്നത് കേട്ട് ഒരു ജോലി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണെന്ന് പോലും നോക്കാതെ പലരെയും സഹായിക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ ഒരു മനസ്സ് മാത്രം നമ്മൾക്കുണ്ടായാൽ കേരളത്തെ എന്നല്ല ഇന്ത്യയെ നമുക്ക് സ്വർഗമാക്കാം. അധികാരികൾ ഒരുപാടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ പോകുമ്പോൾ, ഒരു അപേക്ഷയുമായിട്ട് ഒരാൾ എത്തുമ്പോൾ നമ്മൾക്കൊരു മനസ്സ് മതി. അവർ നോക്കിയിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, എത്രയോ ദിവസങ്ങളായിരിക്കും അവർ കാത്തു നിൽക്കുന്നത്. ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വാദം പിടിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലാണ്. ഒരു ഫയല് വേറൊരു ടേബിളിലേക്ക് പോകാൻ മാസങ്ങളെടുക്കും. അവിടെ നിന്ന് വീണ്ടും അടുത്ത ടേബിളിലേക്ക് ആ ഫയൽ പോകാൻ വീണ്ടും മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. അവസാനം ഈ പറയുന്ന അപേക്ഷകന് നീതി കിട്ടാൻ എത്ര കാലം എടുക്കുമെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവൻ മരിച്ചു കഴിയുമ്പോൾ പോലും നീതി കിട്ടുമെന്നുള്ളത് ഉറപ്പില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ സിസ്റ്റമാണ് നമുക്കിന്നുള്ളത്. അത്രയും മാത്രം ഡിലേ ആണ്. അപ്പോൾ ഇത് വ്യക്തികളുടെ മനസ്സിൻ്റെ പ്രശ്നം. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അവർക്കൊരു ആത്മീയ അടിത്തറ ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ ഇന്ദ്രിയങ്ങളും ചക്രങ്ങളും അവരുടെ സൂക്ഷ്മ ശരീരവും സ്ട്രോങ് ആവാത്തത് കൊണ്ടാണ്. അതിന് പ്രോപ്പറായിട്ട് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ട് സംഘം മുന്നോട്ടിറങ്ങി സമൂഹത്തിനും രാജ്യത്തിനും മാതൃക കാണിച്ചൊരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംഘം എന്നും ആത്മീയ അടിത്തറയിലായിരുന്നു നിന്ന് ഹിന്ദു സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളും നമ്മളുടെ ഋഷിവര്യന്മാർ പഠിപ്പിച്ച കാര്യങ്ങളുമായിരുന്നു സംഘം മുന്നോട്ട് വെച്ചിരുന്നത്. നമ്മുടെ സ്പിരിച്വൽ ഐഡിയോളജീനെ ഒരിക്കലും ഒരു രീതിയിലും ഒരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ അതിനെ ക്ഷതം സംഭവിക്കാനോ സംഘം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന നേതാക്കൾക്ക് എത്ര പേർക്ക് ഇത്ര ആത്മീയ മൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതുകൊണ്ടാണ് നമ്മളുടെ ശാഖകൾ കുറയുന്നത്. RSSന്റെ ഏറ്റവും വലിയ ജോലി BJPയിൽ ഇടപെടാനല്ല, ഇടപെടില്ല BJPയിൽ. പക്ഷേ RSSന്റെ ജോലി ശാഖകൾ സ്ട്രോങ് ആക്കി നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നമ്മുടെ വേരുകൾ ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരിയുമായിട്ട് ഞാൻ ലാസ്റ്റ് കാണുമ്പോഴും ഞാൻ പറഞ്ഞത്, നിതിൻജി, വി ഷുഡ് വർക്ക് ഫോർ ദ റൂട്ട്സ്. നമ്മൾ റൂട്ട്സിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഈ റൂട്ട്സ് സ്ട്രോങ് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്കൊരു വൃക്ഷത്തെ സ്ട്രോങ് ആക്കാൻ പറ്റും? അപ്പം ഇവിടുത്തെ റൂട്ട് തകർന്നാൽ, രാജ്യത്തിൻ്റെ റൂട്ട് തകർന്നാൽ ഹിന്ദുത്വമില്ലാതെയാവും. ഹിന്ദുത്വമില്ലാതെ ആയി കഴിഞ്ഞാൽ ഇവിടെ എവിടെ RSS ഉണ്ടാവും, എവിടെ BJP ഉണ്ടാവും? അപ്പം ഇന്നത്തെ ആൾക്കാർക്ക് അതിനല്ല ആഗ്രഹം. ഇന്നത്തെ BJPക്കാർ RSSന്റെ മൂല്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും ഞാൻ ആ ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള മനസ്ഥിതിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോകില്ല. ഇപ്പം രാജേട്ടൻ ഒരു എരപ്പനായി നടക്കുക, ടു ബി ഫ്രാങ്ക്, എരപ്പനായി നടക്കുക. ഇപ്പം ജഡായുപ്പാറയുടെ പടി എന്ന് പറഞ്ഞ് 10,000 രൂപയെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ജഡായുപ്പാറയുടെ പടിയല്ല, മനുഷ്യൻ്റെ ആത്മീയ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരാനുള്ള പടികളെ സ്ട്രോങ് ആക്കാൻ ആരൊക്കെ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ്, നമ്മളുടെ സിസ്റ്റം എല്ലാം തകർന്നു കഴിഞ്ഞു കേരളത്തിൽ. അപ്പം ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മീയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ ആൾക്കാർ BJPക്കകത്തില്ല. BJP ഒരു ആത്മീയ പ്രസ്ഥാനമായിരുന്നു, ആത്മീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു, അത്രയും വലിയ സാത്വികർ തുടങ്ങിയ പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്നത് നയിക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് ഇവിടെ വർഗീയത ഉണ്ടാകുന്നത്. ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച ഒരു പൊന്നു മോനെ മാനസികമായി പീഡിപ്പിച്ച് കൊന്നവനെ ഇന്നുവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഇതാണ് കേരളം. ഈ കേരളത്തെ രക്ഷിക്കാൻ ആരെ കൊണ്ട് സാധിക്കുമെന്നാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് റാമിനെ പിടിച്ചോ? റാമിനെ എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ല? ഈ റാമിനുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? കേരളത്തിലെ വർഗീയവാദികളാണ്. കേരളത്തിൽ വർഗീയവാദികളായിട്ടുള്ള കുറേ ചാണകങ്ങളാണ് റാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ജാതിയും വേണ്ട, മതവും വേണ്ട. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ധർമ്മത്തിനും ജനങ്ങൾക്കും വേണ്ടി നിഷ്കാമം പ്രവർത്തിക്കാൻ കഴിയുന്ന ഭയമില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കൂ. ആരെങ്കിലും ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് നോക്കൂ. ആരെങ്കിലും അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരെ തെറി വിളിക്കുകയല്ല, അവരെ തെറി വിളിക്കുന്നത് ഭീരുക്കളാണ്.
അവരെ തെറിവിളിക്കുന്നത് അയോഗ്യരായിട്ടുള്ള ജീർണിച്ച മനസ്സിൻ്റെ ഉടമകളാണ്. ധീരൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ ധീരൻ. ഭീരുക്കൾ ഒരിക്കലും ധീരൻ്റെ കൂടെ നിൽക്കില്ല. നമുക്ക് ജാതി പറയാൻ പാടില്ല, ജാതിയെപ്പറ്റി കേൾക്കാൻ പാടില്ല, ആത്മീയ രീതിയിൽ ജാതിയില്ല. പക്ഷേ ഇവിടെ നായർ ഈഴവരെന്ന് പറഞ്ഞ ആ പറട്ട പോപ്പ് സുഖുവിൻ്റെയും ആ വെള്ളാപ്പള്ളിയുടെ ജാതിയും ഇത് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇവർ ജാതി, ഈ നായരെ പറ്റി നിങ്ങൾ അറിയില്ലേ? ഞാൻ പലതവണ വിമർശിച്ചു ഇടയ്ക്ക്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ വിമർശിച്ചത്. എനിക്ക് ജാതി പറയുന്ന ഇഷ്ടമല്ല. ശ്രീനാരായണ ഗുരു ഏറ്റവും പ്രൊമോട്ട് ചെയ്തത് നായർ വിഭാഗത്തെയായിരുന്നു. ഏറ്റവും കൂടുതൽ ആത്മീയ ത്വരയുള്ളത് നായർ വിഭാഗത്തിനാണ്. പക്ഷേ ഒരു 15% നായർ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും പോപ്പ് സുഖുവിൻ്റെയും മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞല്ലേ ജീവിക്കുന്നത്? അയാൾ ഈ സമുദായത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ സംഘത്തിനോട് പല നേതാക്കളോട് ഞാൻ പറഞ്ഞു, ഇവനെ എൻ്റർടൈൻ ചെയ്യരുത് ഇയാളെ. ഇല്ലല്ലോ, നമ്മൾ സംഘടനയുടെ തേങ്ങയാണ്, മാങ്ങയാണ്. എന്തിനാണിത്? കൃത്യമായിട്ട് ഒരു വിശ്വാസം നമ്മളിലുണ്ടാവണം. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ കഴിവില്ലാത്തവരെ വിളിച്ചു കയറ്റുന്നത്.